എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ ഒരു സിനിമ റിവ്യൂ ആണ്. പാട്രിയറ്റ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഒരു കാര്യം ആമുഖമായി പറയാം, സിനിമ കാണാത്തവർക്ക് ഈ റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് സിനിമ കണ്ട ശേഷം റിവ്യൂ കാണാൻ താല്പര്യപ്പെടുന്നു. വേറൊന്നും കൊണ്ടല്ല, കഥയെക്കുറിച്ച് കഥാസന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. സിനിമ കണ്ടവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ദയവായി സിനിമ കാണുക, എന്നിട്ട് റിവ്യൂ കാണുക. ഈ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണണ്ടെന്ന് തീരുമാനിച്ചാൽ മാനേജ്മെന്റ് ഉത്തരവാദിയല്ല. അപ്പൊ തുടങ്ങാം. നമ്മുടെ ജാലിയൻ കണാരനെ അറിയില്ലേ? പട്ടാള കഥകൾ പറഞ്ഞ് ഹരീഷ് കണാരൻ അനശ്വരനാക്കിയ കഥാപാത്രം. പാട്രിയറ്റ് സിനിമ റിലീസായതോടെ ജാലിയൻ കണാരൻ പറയാനിടയുള്ള ഒരു പട്ടാളത്തള്ള് കഥ ആദ്യം പറയാം. ഒരുപക്ഷെ ആ കഥ ഇങ്ങനെയായിരിക്കും. ബംഗ്ലാദേശിൽ ഒരു ആവശ്യത്തിന് പോയ ഞാൻ തിരിച്ചു വരാൻ ഢാക്ക എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. എവിടെ പോയാലും എനിക്ക് തലയ്ക്ക് ചുറ്റും കണ്ണുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഒന്ന് പാളി നോക്കിയപ്പോൾ പാകിസ്ഥാൻ ചാരസംഘടനയിലെ ചിലർ അവിടെ നിൽക്കുന്നു. എന്നെ തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കി. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയണമല്ലോ. പെട്ടെന്ന് രണ്ട് പെമ്പിള്ളേർ പ്രാങ്ക് എന്നും പറഞ്ഞ് എന്റെ മോന്തയ്ക്ക് എന്തോ തേച്ചു. സംഗതി വിഷമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരാ മോൻ? ഇവന്മാരുടെ ഐഡിയ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. മറുമരുന്നായിട്ട് നാറ്റപ്പൂച്ചെടിയുടെ ചാറ് പിഴിഞ്ഞ് ഹോമിയോ മരുന്നിന്റെ ഡപ്പിയിലാക്കിയത് എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. ആരും കാണാതെ ഞാനിതെടുത്ത് കുടിച്ചതോടെ വിഷത്തിന്റെ പാട്ടിന് പോയി. പക്ഷെ അവന്മാരുടെ പ്ലാൻ എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ നേരെ എയർപോർട്ടിലെ ബാത്റൂമിലേക്ക് നടന്നു. അതിനകത്ത് കയറി ബോധം പോയതുപോലെ ക്ലോസറ്റിൽ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു പാകിസ്ഥാൻ ചാരന്മാർ. അവന്മാരെന്നെ ഒരു പെട്ടിയിലിട്ട് ഒരു വിമാനത്തിൽ കയറ്റി. കറാച്ചി എയർപോർട്ടിലേക്കാണ് വിമാനം പോകുന്നതെന്ന് അവരുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെ അനങ്ങാതെ കിടന്നു. വിമാനം ഗംഗാനദിയുടെ മീതെ എത്തിയപ്പോൾ ഞാൻ പെട്ടിയുടെ മൂടി ചവിട്ടി തുറന്ന് പുറത്തേക്ക് ചാടി. പിന്നെ വിമാനത്തിനുള്ളിൽ പൊരിഞ്ഞ തല്ലായിരുന്നു. അവന്മാരെല്ലാം ഞാൻ ഓരോരുത്തരെയായി അടിച്ച് പഞ്ചറാക്കി തുടങ്ങി. ഇനി എല്ലാവരെയും അടിച്ച് നിരപ്പാക്കിയാലും വിമാനത്തിൽ നിന്ന് ചാടിയാലല്ലേ രക്ഷപ്പെടാൻ പറ്റൂ. പൊരിഞ്ഞ അടി നടക്കുമ്പോഴും എനിക്ക് തലയ്ക്ക് ചുറ്റും കണ്ണാണ്. ഞാൻ അങ്ങനെ പാളി നോക്കിയപ്പോൾ മൂലയ്ക്കതാ കിടക്കുന്ന ഒരെണ്ണം. എന്താന്നാ? ഒരു പാരച്യൂട്ട്. ഈ അടി നടക്കുന്നതിനിടയിൽ വലത് കൈ കൊണ്ട് ആ പാരച്യൂട്ട് ചുരുട്ടിക്കൂട്ടി ഞാൻ എന്റെ പാന്റിന്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് ഒരു കാല് കൊണ്ട് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ ചവിട്ടി നിലത്തിട്ടു. മറ്റേ കാല് കൊണ്ട് വിമാനത്തിന്റെ ഡോറ് ചവിട്ടി തുറന്നു. എടുത്തൊരു ചാട്ടം. താഴേക്ക് പാഞ്ഞു വരുന്ന വഴി ആ പാരച്യൂട്ട് പാന്റിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് ഞാൻ എന്റെ മുതുകത്ത് വെച്ച് കെട്ടി. നട്ടപ്പാതിരയാണ് സമയമെന്ന് ഓർമ്മിക്കണം. പക്ഷെ കൃത്യം ഗംഗയുടെ മധ്യത്ത് പാരച്യൂട്ടിൽ പറന്നിറങ്ങി നീന്തി കരപറ്റി. ഈ കഥ ജാലിയൻ കണാരൻ പറഞ്ഞാൽ അത് പട്ടാളത്തള്ള്. മഹേഷ് നാരായണൻ ഇതെഴുതി ചിത്രീകരിച്ചാൽ പാട്രിയറ്റ് സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു മാസ് സീനായി. ജാലിയൻ കണാരൻ ഇത് പറഞ്ഞാൽ പട്ടാളത്തള്ളായി തന്നെ കണ്ട് നമ്മൾ ആസ്വദിച്ച് തലയറിഞ്ഞു ചിരിക്കും. മഹേഷ് നാരായണൻ ഷൂട്ട് ചെയ്ത ഈ മാസ് സീൻ കണ്ടാൽ ദൈവമേ കാശ് പോയല്ലോ എന്ന് ചിന്തിച്ച് തലയിൽ കൈയും വെച്ചിരിക്കും. അതാണ് വ്യത്യാസം. ഒറ്റ വാചകത്തിൽ പാട്രിയറ്റിന്റെ റിവ്യൂ പറയാം. മഹേഷ് നാരായണന്റെ കൊക്കിൽ ഒതുങ്ങുന്ന സബ്ജക്റ്റ് അല്ല ഇത്. ഈ പ്രമേയം ആവശ്യപ്പെടുന്ന ആഴവും വ്യാപ്തിയും അദ്ദേഹത്തിന്റെ തൂലികയ്ക്ക് എത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ്. പെഗാസിസ് ചാര സോഫ്റ്റ്വെയറും കേന്ദ്ര സർക്കാരിന്റെ പുതിയ സഞ്ചാർ സാധി മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ വിവാദവുമാണ് കഥാതന്തു. പൗരന്റെ സ്വകാര്യത ചോർത്താൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഒന്നാന്തരം സിനിമയ്ക്കുള്ള പ്രമേയം തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചതോ? BJP-യിലേക്കോ കേന്ദ്ര സർക്കാരിലേക്കോ നീളുന്ന ഒരു സൂചന പോലും സിനിമയിലില്ലെന്ന് മാത്രമല്ല, ഇതിലൊരു കേന്ദ്രമന്ത്രി കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊല്ലപ്പെടുന്ന കേന്ദ്രമന്ത്രിയുടെ പേര് നളിനി രാമകൃഷ്ണൻ എന്നാണ്. അവരുടെ വീട് കാണിക്കുമ്പോൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമാണ്. എമ്പുരാൻ വിവാദത്തിൽ കൈപൊള്ളിയ അനുഭവമുള്ള മോഹൻലാൽ ഇക്കുറി പ്രത്യേകം കരുതലെടുത്തിരിക്കണം. BJP-യുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഡയറക്ട് റെഫറൻസും പാടില്ലെന്ന്. പോട്ടെ, നെഹ്റുവിന്റെ പടം ചുവരിൽ തൂക്കിയ മന്ത്രിമാരെ കാണിച്ച് BJP-കാരെയും സെൻസർ ബോർഡിനെയും പറ്റിച്ച ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഈ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചത് ഒരു സിനിമയായിട്ടാണോ? 3 മണിക്കൂറിലേറെ നീളമുണ്ട് പാട്രിയറ്റ് സിനിമയ്ക്ക്. പക്ഷെ പൗരന്മാരുടെ സ്വകാര്യത ഹനിക്കപ്പെടുന്നതിന്റെ അപകടം കാഴ്ചക്കാരുടെ മനസ്സിൽ തറയ്ക്കും വിധം വിശ്വാസയോഗ്യമായ ഒരു സീൻ പോലും ഈ സിനിമയിലില്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആരാധകർ പിണങ്ങരുത്. അങ്ങേയറ്റം അപഹാസ്യമായ തിരക്കഥ, തട്ടിക്കൂട്ട് സീനുകൾ, മനസ്സിൽ തറയ്ക്കുന്ന ഒരു സംഭാഷണം പോലുമില്ല. 2 സൂപ്പർ താരങ്ങൾ അഭിനയിച്ചിട്ടും അവരുടെ ഏറ്റവും കടുത്ത ആരാധകരെ കൊണ്ടുപോലും ആർപ്പ് വിളിപ്പിക്കുന്ന ഒരു സീനോ ഡയലോഗോ ഇല്ല. സത്യം പറയാമല്ലോ, ആ ലിഫ്റ്റിൽ മോഹൻലാലിന്റെ കിടപ്പ് കണ്ടാലുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. ഞാനിവിടെ സിനിമയുടെ കഥയൊന്നും പറയുന്നില്ല. എന്നാൽ റിവ്യൂ പറയുമ്പോൾ ചിലത് പറയാതിരിക്കാനും കഴിയില്ല. നേരത്തെ പറഞ്ഞല്ലോ, നളിനി രാമകൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ കുറിച്ച്. ആൾ കേന്ദ്രമന്ത്രിയാണ്, രേവതിയാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. മന്ത്രിസഭയിലെ മറ്റൊരംഗമാണ് JP സുന്ദരം. ആൾ പ്രതിരോധ മന്ത്രിയാണ്, അയാളാണ് വില്ലൻ. മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് തനിക്കെതിരെ നീങ്ങുന്ന മന്ത്രിസഭയിലെ തന്റെ സഹപ്രവർത്തകയായ നളിനി രാമചന്ദ്രനെ
JP സുന്ദരം നിഷ്പ്രയാസം തട്ടിക്കളയുന്നു. പെരിസ്കോപ്പ് എന്ന സോഫ്റ്റ്വെയർ പലരുടെയും ഫോണിൽ അവരറിയാതെ ഇൻസ്റ്റാൾ ചെയ്ത് വിവരങ്ങൾ ചോർത്തുന്ന ആളാണ് ഈ വില്ലനായ JP സുന്ദരം. ആ സോഫ്റ്റ്വെയർ ഈ കേന്ദ്രമന്ത്രി നളിനി രാമകൃഷ്ണന്റെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നളിനി രാമകൃഷ്ണൻ തനിക്കെതിരെ നീങ്ങുന്നു എന്ന നിർണായകമായ വിവരം JP സുന്ദരം അറിയുന്നത് പെരിസ്കോപ്പ് വഴിയല്ല. ഈ JP സുന്ദരം എന്ന വില്ലൻ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്ന എന്തിനാണ്? ഇവരാരെങ്കിലും ഇയാൾക്കെതിരെ എവിടെയെങ്കിലും നീങ്ങുന്നുണ്ടോ, എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ, നിർണായകമായ രഹസ്യങ്ങൾ വല്ലതും പുറത്തു പറയുന്നുണ്ടോ, ആരോടാണ് പറയുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് അവരുടെ ഫോണിൽ അവരറിയാതെ ഈ ചാര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ തന്റെ രാഷ്ട്രീയ ഭാവിയും ബിസിനസ് താല്പര്യങ്ങളും തകർക്കാൻ പോകുന്ന കരുനീക്കങ്ങൾ ഈ നളിനി രാമകൃഷ്ണൻ നടത്തുന്നു എന്ന വിവരം JP സുന്ദരൻ എന്ന വില്ലനിലേക്ക് എത്തേണ്ടത് അയാൾ സ്ഥാപിച്ച ആ ചാര സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കണം. അല്ലാതെ കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ അവിചാരിതമായി കണ്ടുമുട്ടുമ്പോൾ നളിനി രാമകൃഷ്ണൻ JP സുന്ദരത്തിന് നേരിട്ട് നൽകുന്ന ഒരു ഭീഷണിയിലൂടെ അല്ലല്ലോ ആ വിവരം അറിയേണ്ടത്. ഉദാഹരണമായി അവർ രണ്ടുപേരും എവിടെയെങ്കിലും പരസ്പരം കണ്ടുമുട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നളിനി രാമകൃഷ്ണൻ സുന്ദരത്തോട് പറയുകയാണ്, നിന്റെ തരിയുടെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, അടുത്ത ക്യാബിനറ്റിന് മുമ്പ് എനിക്ക് നിന്റെ വിശദീകരണം ഇമെയിൽ വഴി കിട്ടണം, ഇല്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടിക്കും. അങ്ങനെ പറയുമ്പോഴാണോ നളിനി രാമകൃഷ്ണന്റെ നീക്കങ്ങൾ വില്ലനായ JP സുന്ദരം അറിയേണ്ടത്? അല്ല. അങ്ങനെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയാലേ വില്ലൻ ഈ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാകുമെങ്കിൽ ആ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു പരാജയമാണെന്നല്ലേ അർത്ഥം. ഇനി വേറൊരു സന്ദർഭം കൂടി പറയാം. ഡാനിയൽ ജോസഫ് ആണ് നായകൻ, മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രം ദേശദ്രോഹിയായി ഇന്ത്യ വിട്ടുപോകേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നളിനി രാമകൃഷ്ണന്റെ മരണം ഒരു കൊലപാതകമാണെന്ന സംശയം വില്ലന്റെ ശിങ്കിടിയോട് നായകൻ മമ്മൂട്ടിയുടെ കഥാപാത്രം മുഖതാവിൽ പങ്കുവയ്ക്കുന്നു. ആ വിവരം മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ശിങ്കിടി വില്ലനോട് നേരിട്ട് ചെന്ന് പറയുന്നു. അതായത് നിർണായകമായ ആ വിവരവും വില്ലന് ചോർന്ന് കിട്ടിയത് ഈ പെരിസ്കോപ്പ് എന്ന ആപ്പ് വഴിയല്ല. ഈ ഡാനിയൽ ജോസഫ് എന്ന നായക കഥാപാത്രത്തിന്റെ ഫോണിലും ഈ പെരിസ്കോപ്പ് എന്ന ചാര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രമേയം എന്താണ്? നാം ഉപയോഗിക്കുന്ന ഫോൺ, നാം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, ഇതെല്ലാം വഴി നമ്മൾ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ആരുടെ ഫോട്ടോ എടുക്കുന്നു, ആർക്ക് സന്ദേശങ്ങൾ അയക്കുന്നു, നമ്മുടെ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ടെലിഗ്രാമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ വിവരങ്ങളെല്ലാം ചിലരുടെ കൈകളിലെത്തും. അങ്ങനെ അവരുടെ കൈകളിൽ ഈ വിവരങ്ങൾ എത്തിയാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും നിർണായകമായ 2 കഥാസന്ദർഭങ്ങളിൽ വില്ലന്റെ കയ്യിൽ ഇൻഫർമേഷൻ എത്തുന്നത്, വിവരം എത്തുന്നത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ വഴിയല്ല, അത് ആളുകൾ നേരിട്ട് ചെന്ന് പറയുന്നതാണ്. അവിടെ ഈ സിനിമയുടെ കേന്ദ്ര പ്രമേയത്തെ തിരക്കഥയിലെ 2 സുപ്രധാന സന്ദർഭങ്ങളുമായി കണ്ണു ചേർക്കുന്നതിൽ സ്ക്രിപ്റ്റ് ദയനീയമായി പരാജയപ്പെടുന്നു. ആ പരാജയത്തിൽ നിന്ന് സിനിമ ഒരിക്കൽ പോലും കരകയറുന്നതേയില്ല. കേന്ദ്രമന്ത്രിസഭയിലെ വളരെ പവർഫുൾ ആയ വലിയ സ്വാധീനമുള്ള ഒരു കേന്ദ്രമന്ത്രിയെ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞ അധോലോക സാമ്രാജ്യത്തിന്റെ അധിപന്മാർ ഒരു ജയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായ ഒരു പാവം പെൺകുട്ടിയെ കൊല്ലാൻ ആ സിനിമയിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ, സാഹസങ്ങൾ കണ്ടാൽ സത്യം പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. ശ്രീ രാജരാജേശ്വരി അധോലോകം ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആണെന്ന് നാം സംശയിച്ചു പോകും. ഏറ്റവും ആധുനികവും അങ്ങേയറ്റം സമകാലികവും അത്യന്തം സങ്കീർണവുമായ ഒരു പ്രമേയമാണ് സംവിധായകൻ സിനിമയാക്കാൻ എടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതോ പഴകി തുരുമ്പിച്ച ട്രീറ്റ്മെന്റ്. വില്ലനെ പരാജയപ്പെടുത്താൻ അടി, ഇടി, വെടിവെപ്പ്. ചിരപുരാതന കാലം മുതൽ വില്ലൻ സംഘത്തിന്റെ വെടി ഒരു നായകനും ഏൽക്കാറേയില്ല. സിനിമയുണ്ടായ കാലം മുതൽ അതങ്ങനെയാണ്. ആ പതിവ് മഹേഷ് നാരായണനും ഇവിടെ പിന്തുടരുന്നു. എത്ര പരിഹാസ്യമായിട്ടാണ് ഈ വില്ലന്റെ സാമ്രാജ്യമൊക്കെ ഈ സിനിമയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് ഈ സിനിമയിലെ വില്ലൻ. അയാളുടെ സ്വാധീനമോ ഈ രാജ്യസുരക്ഷയ്ക്കും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനായി വാങ്ങിയ സോഫ്റ്റ്വെയർ സ്വന്തം മകന്റെ കമ്പനിക്ക് കൈമാറാൻ തക്ക വിധം അത്രയും വലിയ സ്വാധീനമുള്ള ഒരു മന്ത്രിയാണ്. ഈ കേന്ദ്ര ക്യാബിനറ്റിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരു പ്രതിരോധ മന്ത്രിയാണ് ഈ വില്ലനായ JP സുന്ദരം. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എത്രയാണെന്ന് മഹേഷ് നാരായണൻ അറിയാമോ? പ്രതിവർഷം 7.85 ലക്ഷം കോടിയാണ്. വർഷാവർഷം 8 ലക്ഷം കോടിക്കടുത്ത് ബജറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് സ്വന്തം ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയാണ്? സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറിൽ ചാര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, എന്നിട്ട് അത് പാവപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടികൾ വീട്ടിൽ തുണിമാറുന്ന ദൃശ്യങ്ങളൊക്കെ അവരറിയാതെ ചിത്രീകരിച്ച് ഈ കുട്ടികളെ, അവരുടെ കുടുംബത്തെ ഈ ലോൺ ആപ്പുകളുടെ കടക്കണിയിൽപ്പെടുത്തുന്നു. ഇതുപോലെ മണ്ടനായ ഒരു കേന്ദ്രമന്ത്രി വേറെ ഉണ്ടാകുമോ? വർഷം 8 ലക്ഷം കോടിയുടെ ബജറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ മകന് 1600 കോടിയുടെ ബിസിനസ് നടത്താൻ ഇമാതിരി മണ്ടത്തരങ്ങൾ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആരും ചിന്തിച്ചു പോകും. അതാണ് തിരക്കഥയുടെ കെട്ടുറപ്പ്. ഒരു കഥാപശ്ചാത്തലം ഉണ്ടാക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസ്യത വേണ്ടേ? സ്വകാര്യത ചോർത്തുന്നത് 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. 1 രാഷ്ട്രീയ നേട്ടങ്ങൾക്ക്, 2 സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ. ഈ 2 കാര്യങ്ങളും പ്രേക്ഷകന്റെ ഞരമ്പിൽ തൊടും വിധം ചിത്രീകരിക്കാൻ സംവിധായകൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു.
നളിനി രാമകൃഷ്ണൻ എന്ന കേന്ദ്രമന്ത്രിയുടെയും ഡാനിയൽ ജോസഫിന്റെയും ഫോണുകളിൽ പെരിസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എന്തിനാണ്? അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനാണ്. എന്നാൽ ഇപ്പറഞ്ഞ രണ്ടുപേരും വില്ലനെതിരെ നടത്തുന്ന നിർണായക നീക്കങ്ങൾ വില്ലൻ അറിയുന്നത് ഈ പെരിസ്കോപ്പ് എന്ന സോഫ്റ്റ്വെയർ വഴിയല്ല. അവിടെ തിരക്കഥയിൽ ആ പ്ലോട്ട് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയണം. 2 സാമ്പത്തിക നേട്ടം. കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ മകന് 1600 കോടിയുടെ ലാഭം ഉണ്ടാക്കാൻ ഇമാതിരി തട്ടിപ്പ് കച്ചവടം നടത്തേണ്ട കാര്യമില്ല. അവിടെയും മഹേഷ് നാരായണൻ ഒരുക്കിയ പ്ലോട്ട് ദുർബലമാണ്. ഒരു സിനിമയിലെ എല്ലാ രംഗങ്ങളും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാകണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷെ നാം സിനിമ കാണുന്നത് കണ്ണും കാതും കൊണ്ട് മാത്രമാണോ? ഇത് രണ്ടും തലച്ചോറുമായി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കണക്ട് ആവണ്ടേ? അതോ കണ്ണും കാതും മാത്രം ഓൺ ചെയ്ത് തലച്ചോറ് ഓഫ് ചെയ്താണോ തിയേറ്ററിൽ ഇരിക്കേണ്ടത്? എത്ര പൊട്ട കഥയായാലും അത് എത്ര അവിശ്വസനീയമായാലും സിനിമ അത് കണ്ടിരിക്കുമ്പോൾ സിനിമ നമുക്ക് തരുന്ന ഒരു അനുഭൂതിയുണ്ട്. അടുത്ത രംഗത്തിന് വേണ്ടിയുള്ള ആകാംക്ഷ, അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ വരുമ്പോഴുള്ള അമ്പരപ്പ്. ഈ സിനിമയിലെ 2 ട്വിസ്റ്റുകളും വിശേഷമാണ്. നായകന് വേറെ ഭാര്യയുണ്ടെന്നും അയാൾ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ അറിയുന്ന പിന്നീടാണ്. പാട്രിയറ്റ് കണ്ടപ്പോൾ പഴയ ചില സിനിമകളുടെ റെഫറൻസ് കൂടി ഓർമ്മ വന്നു. അതുകൂടി പറഞ്ഞ് ഈ റിവ്യൂ അവസാനിപ്പിക്കാം. അസർബൈജാനിലെ എയർപോർട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുഞ്ചാക്കോ ബോബനെ ഫഹദ് ഫാസിൽ തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു പഴയ മമ്മൂട്ടി ചിത്രമാണ്. അതിൽ ദേവൻ അവതരിപ്പിക്കുന്ന പോൾ ഐസക് എന്ന വില്ലൻ കഥാപാത്രമാണ് ഒരു കൊലപാതകം നടത്തുന്നതെന്ന് മമ്മൂട്ടിയുടെ നായകൻ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സീനിൽ ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയർ ആണ് എന്ന് നായകൻ പറയുമ്പോൾ അന്ന് തിയേറ്ററിൽ ഉയർന്ന ആ കൂവലുണ്ടല്ലോ, അതിപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. അസർബൈജാനിലെ എയർപോർട്ടിൽ തൊപ്പിയും വെച്ച് തലയും കുനിച്ച് നിൽക്കുന്ന ഒരു ഇമേജിൽ നിന്ന് അത് കുഞ്ചാക്കോ ബോബനാണെന്ന് തിരിച്ചറിയാൻ ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ടെക്നിക്കുകൾ കണ്ടപ്പോൾ ഇന്ദ്രപ്രസ്ഥം സിനിമയും ആ ഡയലോഗും കൂവലും ഒക്കെ വെറുതെ ഓർത്തുപോയി. അതുപോലെ പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിഷക്കൂട്ടിനെ കുറിച്ചുള്ള പരാമർശവും ഇതിനു മുമ്പ് നാം കേട്ടിട്ടുണ്ട്. ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ അതിൽ മോഹിനി വർമ്മ എന്ന ഗുപ്തൻ തമ്പുരാനെ കൊന്നുകളയാൻ വില്ലന്മാർ ഉപയോഗിക്കുന്നതും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷക്കൂട്ടാണ്. ഹരികൃഷ്ണൻസിലും മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ഒന്നിക്കുന്ന സിനിമ മുന്നോട്ട് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വിഷക്കൂട്ട് അനിവാര്യമായിരിക്കണം. ഇനി അധികം പറയുന്നില്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ബോറൻ സീനുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സിനിമയാണ് പാട്രിയറ്റ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അങ്ങനെയും സിനിമ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെയും സിനിമ ഉണ്ടാക്കാം, അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മലയാളത്തിലെ 2 മഹാനടന്മാരുടെ കടുത്ത ആരാധകർ തലച്ചോർ എന്ന വസ്തു ഇല്ലാത്തവരാണെന്ന് ദയവായി അവരെ വെച്ച് സിനിമ എടുക്കുന്നവർ കണക്കാക്കരുത്. അവരെ അങ്ങനെ അവഹേളിക്കരുത്. വലിയ പ്രതീക്ഷയോടെ എടുക്കുന്ന സിനിമകൾ പ്രതീക്ഷിച്ച വിജയം നേടണമെന്നില്ല. അതുപോലെ പ്രീ റിലീസ് ഹൈപ്പും പ്രമോഷനും ഒക്കെ കണ്ട് വലിയ പ്രതീക്ഷയുമായി തിയേറ്ററിലെത്തുന്ന എല്ലാ പ്രേക്ഷകരും ഒരുപോലെ തൃപ്തരാകണമെന്നുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ പ്രേക്ഷകർക്ക് തലച്ചോർ എന്ന സാധനം ഇല്ലെന്ന് കരുതി സിനിമ എടുക്കുന്നത് മഹാപാപമാണ്. ഡൽഹിയും ദേശീയ രാഷ്ട്രീയവും ഒക്കെ പ്രമേയമായ പല ചിത്രങ്ങളും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കിങ് ആൻഡ് കമ്മീഷണർ, ഇന്ദ്രപ്രസ്ഥം, യുവതുർക്കി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം പരാജയം രുചിച്ചപ്പോൾ ന്യൂഡൽഹി ഏത് തലമുറയും ആസ്വദിക്കുന്ന സിനിമയായി നിലനിൽക്കുന്നു. കോടികൾ മുടക്കി ഇത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ ചിത്രങ്ങളുടെ പരാജയവും ന്യൂഡൽഹിയുടെ വിജയവും ഒരു പാഠമാകേണ്ടതാണ്. മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ അണിനിരന്നിട്ടും പാട്രിയറ്റ് എന്തുകൊണ്ടാണ് അങ്ങേയറ്റം നിർവികാരമായ ഒരു സിനിമാ അനുഭവമായി ചുരുങ്ങിപ്പോയത്? രചനയും സംവിധാനവും അത്രയ്ക്ക് പരാജയപ്പെട്ടതുകൊണ്ടാണ്. യഥാർത്ഥ സംഭവങ്ങളും വസ്തുതകളും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ആധാരം. പെരിസ്കോപ്പിന്റെ സ്ഥാനത്ത് പെഗാസസ് ചാര സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ വിവാദവുമുണ്ട്. ശക്തി ആപ്പിന്റെ സ്ഥാനത്ത് സഞ്ചാർ സേതി ആപ്പും അതുണ്ടാക്കുന്ന ആശങ്കകളുമുണ്ട്. എന്നാൽ ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഭീതിയെ സിനിമാറ്റിക്കായി പ്രേക്ഷകനിൽ എത്തിക്കാൻ പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം ഒരു മാസ് മസാല എന്റർടൈനറായോ അതുമില്ല. തിയേറ്റർ വിട്ടാൽ 2 പട്ടാളക്കാരുടെ തള്ള് എന്നാലോചിച്ച് ഊറിച്ചിരിക്കാം. അതാണ് പാട്രിയോട്ട് എന്ന സിനിമ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള മൂവി റിവ്യൂകൾ കൂടി ഉൾപ്പെടുത്താം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.